അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അവിടെ ഒന്നാമത്തെ അക്ഷരം ത ചുവപ്പ് നിറത്തിൽ, ബ നീല നിറത്തിൽ, ത് തബ്ബത്ത്. അതിനുശേഷം മഞ്ഞ നിറത്തിൽ യാ, പച്ച നിറത്തിൽ ദ, ചുവപ്പ് നിറത്തിൽ ഫത്തഹ് നീട്ടാനുള്ള അലിഫ്, അതിനു മുകളിൽ ഒരു മദ്ദിൻ്റെ അടയാളം യദാ. അതിനുശേഷം നീല നിറത്തിൽ ആ, മഞ്ഞ നിറത്തിൽ ബി, പച്ച നിറത്തിൽ കിസ്ർ നീട്ടാനുള്ള യാ, അബീ. ചുവപ്പ് നിറത്തിൽ ല, നീല നിറത്തിൽ ഹ, മഞ്ഞ നിറത്തിൽ ബിൻ, ലഹബിൻ. അതിനുശേഷം പച്ച നിറത്തിൽ വ, ചുവപ്പ് നിറത്തിൽ ത, നീല നിറത്തിൽ ബ, വതബ്ബ. ഇനി അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ. എങ്ങനെയാണ് അതിനെ കൂട്ടി എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത്? തബ്ബത്, അവിടെ തായിനെ ബായിലേക്ക് ചേർത്ത് എഴുതി, ബായിനെ തായിലേക്ക് ചേർത്ത് എഴുതി വായിക്കേണ്ടത് തബ്ബത്. യദാ, അവിടെ യായിനെ ദാലിലേക്ക് ചേർത്ത് എഴുതി യദാ. അബി, അവിടെ ബായിനെ അതിന് ശേഷമുള്ള യായിലേക്ക് ചേർത്ത് എഴുതി വായിക്കേണ്ടത് അബി. ലഹബിൻ, അവിടെ ലാമിനെ ഹായിലേക്കും ഹായിനെ ബായിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് ലഹബിൻ. വതബ്ബ, അവിടെ തായിനെ ബായിലേക്ക് ചേർത്ത് എഴുതി. ഇനി എങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഇനി മുസ്ഹഫ് ഉള്ളതിപ്പോൾ നോക്കി ഓതിക്കോളൂ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ആവർത്തിച്ചോതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.